ഞാനിപ്പോൾ ഇസ്രായേലിലെ നസ്രയത്ത് എന്ന പട്ടണത്തിൽ ആയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഏറെ പ്രാധാന്യതയുള്ള സ്ഥലമാണ് നസ്രയത്ത്. നമ്മുടെ ജീവിതത്തിൽ നസ്രയനായ യേശു എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ശുശ്രൂഷകളിലും പാട്ടിലും പ്രസംഗങ്ങളിലും ഒക്കെ. യേശു കർത്താവ് നസ്രയനായ യേശുവായി മാറിയതിൻ്റെ കാരണം 30 വർഷം യേശു കർത്താവ് ഈ പട്ടണത്തിൽ, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ജീവിച്ചതുകൊണ്ടാണ്. ഇവിടുന്ന് ഗലീലയിലേക്കും കപർന്നഹോമിലേക്കുമൊക്കെ യേശു കർത്താവ് കടന്നുപോയി. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഈ പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യത ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. നമുക്കറിയാം, മറിയത്തിൻ്റെ സ്ഥലം നസ്രയത്താണ്, ജോസഫിൻ്റെ സ്ഥലം ബെത്ലഹേമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ എൻകൗണ്ടർ വേദപുസ്തകത്തിനകത്തെ, പുതിയ നിയമത്തിനകത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈൻ എൻകൗണ്ടർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. മറിയത്തിൻ്റെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. കാലാകാലങ്ങളായി വെളിപ്പെടുവാനിരുന്ന ആ ദൈവീകമായ വാഗ്ദത്വത്തിൻ്റെ നിവർത്തീകരണത്തിനായി ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ നിങ്ങളെ മറിയത്തിൻ്റെ ഭവനം ഇതിന് തൊട്ട് താഴെയുണ്ട്. ആ ഭവനം, അതിൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റ് അഥവാ ഗവേഷകന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലം, ആ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ പള്ളിക്ക്, വലിയൊരു പള്ളിയുണ്ട്, ആ പള്ളിക്കകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ ദൈവദൂതൻ്റെ പ്രത്യക്ഷത, ആ ഏഞ്ചലിക് എൻകൗണ്ടർ മറിയത്തിന് ഉണ്ടായത്. ദൂതൻ അവളുടെ അടുത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും.